ഇവളെന്തോ ആ വീട്ടിൽ അങ്ങോട്ട് ചെന്നപ്പോൾ ഇയാൾ ബാഡായിട്ടുള്ള രീതിയിൽ ടച്ച് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിരുന്നു. ആൺപിള്ളേരും അതെ ഇതുപോലെയൊന്നും അവിടെ ഇവിടെയൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിടാതിരിക്കാൻ നോക്കാം. അത് ഏതൊക്കെ റിലേഷനോ ഏതൊക്കെ ബന്ധുവാണെങ്കിൽ തന്നെ. ചില അച്ഛന്മാരൊക്കെ മസിൽ പിടിച്ചിരിക്കുന്നവരുണ്ടാവും. ഈ മസിൽ പിടുത്തമൊക്കെ ഒന്ന് വിട്. അവരെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കുക. ഇടയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം, പറയാത്ത എന്തെങ്കിലും സീക്രട്ട് ആക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ഇമെയിൽ ID കൊടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് അയക്കാൻ നിങ്ങൾക്ക് അയച്ചിട്ട് നിങ്ങൾ ഒരു പ്രായമാകുമ്പോൾ നിങ്ങൾ പോകും. സോറി പറയാൻ തുടങ്ങി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാ. ഒരു പ്രായമായിട്ടുള്ള ആളാണെന്ന് ഒന്നും നോക്കണില്ല. ഇത്രയ്ക്ക് അഹങ്കാരം. നമ്മുടെ ഈ ലോകത്ത് 2 തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് ഗുഡ് പീപ്പിളും, ഒന്ന് ബാഡ് ആയിട്ടുള്ള ആൾക്കാരും. മറ്റൊരു തരത്തിലും ആൾക്കാരെ തരംതിരിക്കേണ്ട ആവശ്യമില്ല. സാമ്പത്തികമായിട്ടോ അവരുടെ ജാതി മതം ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രായമായിട്ടോ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ നല്ലതാണോ അവർ പറയുന്നത് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നമുക്ക് കൂടാം. എന്നാൽ ചീത്തയായിട്ടുള്ള ആൾക്കാരാണോ എന്ന് വെച്ചാൽ സ്വഭാവം മോശമായിട്ടുള്ള ആൾക്കാർ കേട്ടോ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അവരുടെ അടുത്ത് നമ്മൾ കൂടേണ്ട ആവശ്യമില്ല. അവർ പറയുന്നതൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ പ്രായമൊക്കെ നോക്കിയിട്ട് ഞാൻ പറയാം, പ്രായമായിട്ടുള്ള എന്തോരം ഈ വയസ്സായ ആൾക്കാർ ഈ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ആളായിട്ടാണോ അയാളെ നമ്മൾ ബഹുമാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അയാളപ്പോൾ ബാഡായിട്ടുള്ള ആളാണ്. അയാളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അയാളെ നമ്മൾ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം, ഇനി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. പക്ഷെ പാരൻസ് മാത്രമല്ല, ഇത് മക്കളും കേൾക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ചിലപ്പോൾ ഇത് പറയുന്നത് ചിലപ്പോൾ പാരൻസിന് പിടിക്കുന്നുണ്ടാവില്ല, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷെ എന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് എനിക്കിത് പറയണമെന്ന് തോന്നി. മക്കൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളുടെ വ്യൂസ് പറയാം. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ തിരുത്താം, മാന്യമായ രീതിയിൽ തിരുത്താം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ചാനലിൻ്റെ പേര് ആഷ്മലു ട്യൂബർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ്. നമ്മൾ പാരൻസ് കുട്ടികളുടെ ചെറുപ്പത്തിലേ തുടങ്ങി അവരോട് എല്ലാ ദിവസവും അവർ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ സംസാരിക്കുക കുറച്ചു നേരം. അന്നത്തെ ദിവസം അവരെന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ആ കുട്ടിക്ക് എന്തെങ്കിലും നേരിടേണ്ടി വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അവരോട് ഒന്നും മിണ്ടില്ല, അവരെ ഒരു കാര്യം ചോദിച്ചറിയയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരിതൊന്നും നിങ്ങളോട് പറയില്ല. കാരണം നിങ്ങളോട് എങ്ങനെ പറയൂ ഇത് എന്നുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇത് കാണുന്നതാണ്, ഈ ചെറിയ കുട്ടികൾക്ക് വരെ ഫോൺ കൊടുക്കുന്നുണ്ട്. ചില പാരൻസൊക്കെ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണത് പറയുന്നത്. എൻ്റെ മോന് യൂട്യൂബ് എടുക്കാനറിയാം, അത് എടുക്കാനറിയാം, പാട്ട് വയ്ക്കാനറിയാം എന്നൊക്കെ. അതത്ര നല്ല കാര്യമൊന്നും ആയിട്ട് പറയാനുള്ളതൊന്നും അല്ല. കാരണം ഇത്രയും ചെറുപ്പത്തിൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇത്രയും വലിയവരാണ്, നമ്മൾ തന്നെ ഫോണിന് അഡിക്റ്റ് ആയി പോകുന്നു. അപ്പോൾ ഈ നമുക്കറിയാം അയ്യോ നമ്മൾ അഡിക്റ്റ് ആവാണ്, പക്ഷെ എന്നാലും നമ്മൾ നിർത്തില്ല, നമ്മൾ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒന്നും അറിയാത്ത ഈ കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് ഉണ്ടാവും. അവർ ആരെയും ഒരു വക വയ്ക്കത്തില്ല അവർ. അപ്പം ഈ അവരായിട്ട് സംസാരം കൂട്ടുക. നിങ്ങൾ ഫോൺ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്കും അതിനോടായിരിക്കും താല്പര്യം കൂടുതൽ. നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചു നേരം അവരോട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ അറിയുക. ക്ലാസ്സിലത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുമല്ലോ ഗേൾ ഫ്രണ്ട്സ്, അത് പിള്ളേരൊക്കെ കളിയാക്കി അങ്ങനെയൊക്കെ വയ്ക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തമാശ രീതിയിലൊക്കെ സംസാരിക്കുക. ആ പ്രായത്തിലൊക്കെ അതൊക്കെ തമാശകളാണല്ലോ. അല്ലാണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ എൻ്റെ മോൻ ഇപ്പോഴേ അങ്ങനെയൊക്കെയോ, വഴിതെറ്റി പോവോ എന്നൊക്കെ ഉള്ള രീതിയിലൊന്നും അല്ലാതെ അതൊക്കെ ഒരു തമാശയായിട്ട് കാണുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂട്ടുക. പിന്നെ അവരോട് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിക്കാൻ നോക്കുക. ഇപ്പോൾ മിക്കവാറും എല്ലാവരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഈ എഡ്യൂക്കേഷൻ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിലോ അതിലൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് വച്ചു കൊടുക്കുകയോ ഒന്ന് കാണാൻ പറയുകയോ ഒക്കെ ചെയ്യുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഓരോ ആൾക്കാർ ഇപ്പം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവോ ആരെങ്കിലും ആയിക്കോട്ടെ,
നിനക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ അവരോട് നോ പറയുക, മാറി നിൽക്കുക എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഞങ്ങളോട് വന്ന് പറയുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ചിലവർ ഉണ്ട്, മിക്കവരും അങ്ങനെയാണ്. പണ്ട് മുതലേ ഉള്ള പണ്ടത്തെ പാരൻസ് ഒക്കെ അങ്ങനെയായിരുന്നു. പുറത്തൊക്കെ കളിക്കാൻ പോയി എവിടെയെങ്കിലും വീണ് കാലൊക്കെ പൊട്ടുവോ, അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ട് തമ്മിൽ തല്ലുമ്പോൾ, ആരെങ്കിലുമൊക്കെ തമ്മിൽ തല്ലുമ്പോൾ ഈ കുട്ടികളെ വിളിച്ചിട്ട് എല്ലാവരും വിളിച്ച് ചീത്ത പറയും. ചിലപ്പോൾ അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല, എന്നാലും അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരും വിളിച്ച് ചീത്ത പറയും, അടിക്കും, വഴക്ക് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇവർ പിന്നെ ഒരു കാര്യവും നിങ്ങളോട് പറയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അയ്യോ എന്നെ പറയുള്ളൂ, ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും എന്നെ ഇത് പറയുള്ളൂ എന്നുള്ള രീതിയിൽ അവർ പറയില്ല നിങ്ങളോട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം, ഇപ്പോൾ എന്തെങ്കിലും പോയി വഴക്കിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ദേഷ്യപ്പെടാതെ സാവധാനം പറഞ്ഞ് ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ്, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. എനിക്ക് ഒരു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും നടന്ന ഒരു കാര്യമാണ്. ആ അവൾ എന്നോട് വലുതായതിന് ശേഷമൊക്കെയാണ് എന്നോട് ഇത് പറയുന്നത്. അവളുടെ വീടിൻ്റെ അടുത്ത് അവളുടെ ഒരു ബന്ധത്തിലുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ഇവളെന്തോ 5ാം ക്ലാസ്സിന് താഴെ എന്തോ 4ലോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. സ്കൂളിൽ പഠിക്കുന്ന ചെറിയൊരു പ്രായത്തിൽ ഇവളെന്തോ ആ വീട്ടിൽ അങ്ങോട്ട് ചെന്നപ്പോൾ ഇയാൾ ബാഡായിട്ടുള്ള രീതിയിൽ ടച്ച് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇവക്ക് ആ സമയത്ത് അത് ആ സമയത്ത് നമ്മൾ അത് ചീത്തയാണെന്നൊന്നും ചിന്തിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് അവളും ചിന്തിച്ചത്. കാരണം അയാളൊരു ബന്ധുവും കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ പാരൻസൊക്കെ എടുക്കുന്ന പോലെ തന്നെയായിരിക്കും അവരും അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അന്നേരത്ത് ഒന്നും തോന്നിയൊന്നുമില്ല. വീട്ടിലും ഒന്നും അവൾ പറഞ്ഞിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഇവക്ക് എന്തോ ഒരു ഇത് തോന്നി, ഒരു കംഫർട്ട് ഫീൽ ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മൾ സാധാരണ മാറുമല്ലോ. അതുപോലെ അവളും പിന്നെ അങ്ങോട്ട് പോവാണ്ടായപ്പോൾ ഈ വീട്ടുകാരൊക്കെ ചോദിച്ചു എന്താ വരാത്തേ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടും ഇവള് പറഞ്ഞൊന്നുമില്ലാന്ന് ആരോടും. വീട്ടിൽ നിന്നൊക്കെ നിർബന്ധിച്ച് അങ്ങോട്ട് അവിടെ പോവാത്ത എന്താണ് ഇങ്ങനെ കാണിക്കണേ നീ എന്നൊക്കെ ഉള്ള രീതിയിൽ അവളെ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞ് ഇവളെന്തോ 10ലോ 9ലോ എന്തോ പഠിക്കുമ്പോഴായിട്ടായിരുന്നു പിന്നെ ഇയാളായിട്ട് ഒരു സിറ്റുവേഷൻ വന്നു. എന്നുവെച്ചാൽ ഇവർ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു ഒരു അവസരം എന്തോ വന്നപ്പോൾ ഇയാൾ വീണ്ടും ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിന് ശ്രമിക്കാൻ തുടങ്ങി. ആ നേരത്ത് അവൾ പെട്ടെന്ന് തന്നെ പേടിച്ച് മാറി. പക്ഷെ ഒന്നും പറയാനോ ഒന്നും പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്ത് പറയാനാ, ആ നേരത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബന്ധുവും കൂടി ആയിപ്പോയല്ലോ. വീട്ടിലും വന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും, അവളെ മോശക്കാരിയാക്കുമോ എന്നൊക്കെ ഒരു പേടി വന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇത് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് പിള്ളേരോട് സംസാരിക്കാൻ നോക്കാം. പിന്നെ അവരെയൊന്നും ഈ നിർബന്ധിച്ച് വീടിൻ്റെ അപ്പുറത്തെ ചേട്ടൻ്റെ കൂടെയോ അങ്കിളിൻ്റെ കൂടെയോ മാമൻ്റെ കൂടെയോ ആൻറ്റിയുടെ കൂടെയോ ആൺപിള്ളേരെ മതി ഇതുപോലെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടതാണല്ലോ. ആൺപിള്ളേരും അതെ ഇതുപോലെയൊന്നും അവിടെ ഇവിടെയൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിടാതിരിക്കാൻ നോക്കുക. അത് ഏതൊക്കെ റിലേഷനോ ഏതൊക്കെ ബന്ധുവാണെങ്കിൽ തന്നെ. ഇതൊക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ കുട്ടികൾ ഇത് വന്ന് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടരുത്. അവരെ സമാധാനിപ്പിക്കുക. നിന്റെ ഭാഗത്തെ തെറ്റല്ല, അത് അയാൾ മോശമായിട്ടുള്ള ഒരാളായത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വ്യക്തമാക്കി കൊടുക്കുക. പിന്നെ ഇതൊക്കെ പ്രശ്നമാക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പ്രായമായെന്ന് കരുതി ഒരാളെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നോക്കിയിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്താൽ മതിയാവും. അതിന് കുട്ടികളെ നിർബന്ധിപ്പിക്കരുത്. ഇപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഒരാൾ വന്ന് അവരോട് പറയാണ്. ഇവരോട് ഒന്നും മിണ്ടാതെ ഇവർക്ക് ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞിരിക്കും. പക്ഷെ അത് മോശമായിട്ടുള്ള രീതിയിലല്ല, മാന്യമായിട്ടുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. ഒരു ഒരു ഹിന്ദി സിനിമയുണ്ട് ഡിയർ സിന്ദഗി എന്ന് പറഞ്ഞിട്ട്. അതിനകത്തൊരു സീനുണ്ട്, ആലിയ ഭട്ടാണ് അതിനകത്ത്. ആ സീൻ സിനിമയിലില്ല, ഡിലീറ്റഡ് ആയിട്ടുള്ള സീനാണ്. അത് യൂട്യൂബിൽ കിട്ടും. ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി ഡിയർ സിന്ദഗി എയറോപ്ലെയിൻ സീൻ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഇവള് ഈ പ്ലെയിനിൽ കയറാൻ വരുമ്പോൾ ഇവള് നേരത്തെ സീറ്റ് ബുക്ക് ചെയ്തതാണല്ലോ. ഇവളുടെ സീറ്റിൽ ഒരാളിരിക്കുന്നു, ഒരു പ്രായമായിട്ടുള്ള ആൾ. അതിൻ്റെ അപ്പുറത്ത് അയാളുടെ മോൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞു ഇത് എൻ്റെ സീറ്റാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ ഇരിക്കണം, നീ എൻ്റെ സീറ്റിൽ പോയിരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചെന്ന് അവിടെ നോക്കുമ്പോൾ 2 വലിയ ആണുങ്ങൾ, അതിൻ്റെ ഇടയിലാണ് ഇവൾക്ക് അപ്പോൾ ഇരിക്കേണ്ടത്, അവിടെ പോയി ഇരിക്കേണ്ടത്. അപ്പോൾ ഇവളത് കണ്ടപ്പോൾ ഇവൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവള് പൈസ കൊടുത്ത് ഓൾറെഡി ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവള് വന്നിട്ട് ഇയാളോട് പറഞ്ഞു എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് ഈ സീറ്റ് തന്നെ വേണം എന്ന് പറയും.
ഇത് കേട്ടപ്പോൾ ഈ ആള് ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ പിള്ളേര് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കേൾക്കെ ഇവളെ ചീത്ത പറയാൻ തുടങ്ങി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാ. ഒരു പ്രായമായിട്ടുള്ള ആളാണെന്ന് ഒന്നും നോക്കണില്ല. ഇത്രയ്ക്ക് അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി അവിടെ. ഇവള് കുറെ നേരം കേട്ട് നിന്നിട്ട് ലാസ്റ്റ് തിരിച്ചു പറയും. ഇത് ഞാൻ എൻ്റെ പൈസ കൊടുത്ത് എനിക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത സ്ഥലമാണ്. എന്നിട്ട് താങ്കളാണ് ഇവിടെ വന്നിരുന്നത്. എന്നിട്ട് എന്നെ കുറ്റം പറയണോ എന്ന് ചോദിക്കും. എനിക്ക് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കാൻ പോയതാ. പക്ഷെ രണ്ടാണുങ്ങളുടെ ഇടയിൽ ഈ ഒരു പെൺകൊച്ച്, ഞാനൊരു പെൺകുട്ടിയാണ്, അതിൻ്റെ ഇടയിൽ പോയി ഇരിക്കണോ എന്നുള്ള രീതിയിൽ മറുപടി കൊടുത്തു. മറുപടി കൊടുത്തപ്പോൾ ഒന്നും മിണ്ടാണ്ട് അയാൾ എഴുന്നേറ്റ് പോയി അവിടെ ഇരുന്നു. ഇതുപോലെ നമുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണും. കാരണം ചില സമയത്ത് ചിലവരോട് നമുക്ക് ഇങ്ങനെ മറുപടി പറയാനായിട്ട് തോന്നും. പക്ഷെ നമ്മൾ പറയില്ല. നമ്മള് ഞാൻ പറയുന്നത് അങ്ങനെ പറയണം. പക്ഷെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് പറയരുത്. മര്യാദയ്ക്കുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറയുമ്പോൾ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാവും. ആഹ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആർക്ക് വേണമെങ്കിലും തെറ്റ് പറ്റാം. പ്രായത്തിലൊന്നും കാര്യമില്ല. മൂത്തവർക്കും ചിലപ്പോൾ തെറ്റ് പറ്റാം. ഇളയവർക്കും ചിലപ്പോൾ തെറ്റ് പറ്റാം. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഇളയവര്, പ്രായം കുറഞ്ഞവര് മൂത്തവരെ മാത്രം എപ്പോഴും റെസ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. തിരിച്ചും റെസ്പെക്റ്റ് വേണം. ഇത് പാരൻസിനും ഇത് ബാധകമാണ് ട്ടോ. പാരൻസിനും ഇത് ബാധകമാണ്. പിള്ളേരോടും ഒരു റെസ്പെക്റ്റ് ചെയ്യണം. അവരൊരു ഡിഫറെന്റ് ഇൻഡിവിജ്വൽ അല്ലേ. അവർക്കും അവരുടേതായിട്ടുള്ള ലൈഫും ഉണ്ട്. അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങളും റെസ്പെക്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു മക്കളുടെ കാര്യത്തിൽ പാരൻസ് ഇടപെടുന്നത് അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ജോബ്, അവരുടെ മാരേജ് ഇതൊക്കെ വരുമ്പോഴാണ്. അതായിരിക്കും മിക്കവരുടെയും ലൈഫിൽ, കുട്ടികളുടെ ലൈഫിൽ ഒരു പ്രശ്നം വരിക. നമ്മളൊരു വാഴ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടതാ. കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതിൽ എന്തോരം അനുഭവിക്കുന്നുണ്ട് അവർ ഓരോരുത്തരുന്ന്. അതിനകത്ത് ആ കോട്ടയം നസീറിൻ്റെ ക്യാരക്ടർ അച്ഛനായിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു മോനുണ്ടല്ലോ, കണ്ടവർക്ക് മനസ്സിലാവും. ആ മോന് എഞ്ചിനീയറിംഗ് ഒന്നും ഇഷ്ടമല്ലായിരിക്കും. പക്ഷേ ഇയാൾക്ക് അതിനെ അത് പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ ആക്കി വളർത്തുക. പക്ഷെ അത് തോറ്റു പോവാണ്. അപ്പോഴും മനസ്സിലാക്കുന്നില്ല. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യം അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടമില്ലാതെ വേറൊരാൾ പറഞ്ഞെന്ന് കരുതി അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസയും പോകും, ആ പിള്ളേരുടെ ടൈമും പോകും, ഒന്നും ഇല്ലാണ്ടായി പോകും. ലാസ്റ്റ് ആ ചെറുക്കൻ മോളിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഇയാൾക്ക് ബോധോദയം കിട്ടാനായിട്ട്. അതിനുശേഷം പിന്നെ ഇയാൾ പറയുന്നുണ്ട്, അയാൾക്ക് എന്തോ ഗവൺമെന്റ് ജോലിയാ. എനിക്ക് ഈ ജോലി കിട്ടിയത് ഞാൻ പരീക്ഷ ഒന്നും എഴുതിയിട്ടില്ല. എനിക്ക് അച്ഛൻ മരിച്ചതിൻ്റെ ഇതിൽ കിട്ടിയതാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ആവാൻ പറ്റിയില്ല. അപ്പം മക്കളിലൂടെ ആക്കണം എന്ന് പറയാനായിട്ട് ഒരു അധികാരവും ഇല്ല നിങ്ങൾക്ക്. കാരണം അവരൊരു ഡിഫറെന്റ് ഇൻഡിവിജ്വലാ. അവർക്ക് അവരുടെ കഴിവുകൾ, ചിലപ്പോൾ ചിലർക്ക് കഴിവുണ്ടാവില്ല. പാരൻസിന് ഒരു ഇതുണ്ട്. ആകെ കൂടി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഡോക്ടർ, എഞ്ചിനീയർ, വക്കീല്, പിന്നെ എന്തെന്നാണ് സർക്കാർ ജോലികൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിനൊക്കെ അപ്പുറം ലോകമുണ്ട്, വേറെയും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കേ അറിയുള്ളൂ. അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ട് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗുകേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേൾഡ് ചെസ് ചാമ്പ്യൻ ആയത്. ആ കുട്ടിയുടെ അച്ഛൻ എന്തോരം ആ അച്ഛൻ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കുട്ടിയെക്കാളും ആ സന്തോഷം അറിയിച്ചത്, അത് കേട്ടപ്പോൾ ഇത് കാണിച്ചത് ആ കുട്ടിയുടെ അച്ഛനാണ്. അതുപോലത്തെ ഒരു പാരന്റിനെ കിട്ടാനായിട്ട് ആ അത് കിട്ടിയത് കൊണ്ടാണ് ആ ചെക്കൻ അവിടെ വന്ന് നിന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെസ് ചാമ്പ്യൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ അവർ പറയാണ് ഇതൊന്നും വേണ്ട, പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെസ് ചാമ്പ്യൻ ആവില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ ജോബൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ജീവിതകാലം മൊത്തം ചെയ്യേണ്ട കാര്യം അത് ഒരു ഇഷ്ടമില്ലാത്ത കാര്യം അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾ ഒരു പ്രായമാകുമ്പോൾ നിങ്ങൾ പോകും. സോറി. പിന്നീട് അവരാണ് സഹിക്കേണ്ടത്. അപ്പം അവിടെ മനസ്സിലുണ്ടാവും, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ കാരണമാണല്ലോ ഇത് എന്ന് മനസ്സിലുണ്ടാവും. പുറത്ത് ചിലപ്പോൾ കാണിക്കില്ല. അങ്ങനെയാണോ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ മകനെ? അങ്ങനെയാണോ വേണ്ടത്? അവരുടെ ഇഷ്ടത്തിന് പോട്ടെ. ചിലവർക്ക് എന്തെങ്കിലും ട്രാവൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, അവർ പോട്ടെ. ചിലപ്പോൾ നിങ്ങൾക്കത് പറ്റിയിട്ടുണ്ടാവില്ല, അവനത് പറ്റുമായിരിക്കും, അവൻ പോട്ടെ. ചിലവർക്ക് ഫോട്ടോഗ്രാഫി ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഡാൻസിങ് ആയിരിക്കും ഇഷ്ടം. ഇപ്പോൾ അതിനൊക്കെ എല്ലാത്തിനും നല്ല സ്കോപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈ ഡാൻസും പാട്ടും ഒക്കെ അറിയാവുന്നവർ സോഷ്യൽ മീഡിയ വഴിയും വേറെ വഴിയും ഓരോന്നിനൊക്കെ വഴിയൊക്കെ അവർ നേടുന്നുണ്ട്. പിന്നെ ഈ ഫാമിലി ഫംഗ്ഷൻ്റെ ഒക്കെ സമയത്ത് എല്ലാവരും കൂടി കൂടിയിരിക്കുമ്പോൾ മക്കൾക്ക് എന്താ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലവർ നുണ പറയും. നുണ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ അല്ലെങ്കിൽ മോൾ ആൻസർ പറയുന്നതിന് മുമ്പ് പറയും ചിലപ്പോൾ അവൻ ഫോട്ടോഗ്രാഫർ ആയിരിക്കാം,
പക്ഷെ അത് ഒരു നാണക്കേട് പോലെ കണ്ടിട്ട് എഞ്ചിനീയറിംഗ് ആയിരിക്കും പഠിച്ചത്. അപ്പോൾ അവൻ എഞ്ചിനീയറാ ഒരു സ്ഥലത്ത് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഈ മോന് മനസ്സിൽ എന്തോരം വിഷമമുണ്ടാവും. ഞാനപ്പോൾ ഈ ചെയ്യുന്ന കാര്യം എൻ്റെ വീട്ടിൽ ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം പിന്നെ അവർക്കൊരു ഇഷ്ടക്കേടായി തുടങ്ങും. ഞാനിതൊക്കെ ചെയ്തിട്ടൊരു വിലയില്ലല്ലോ. വീട്ടുകാർക്ക് വിലയില്ല. പിന്നെ എങ്ങനെയാ നാട്ടിൽ എനിക്കൊരു വില ഉണ്ടാവുക? അങ്ങനത്തെ ഉള്ള ചിന്തകളൊക്കെ തുടങ്ങും. അപ്പോൾ അവരെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വീട്ടുകാരുടെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്യുക, ധൈര്യത്തോടെ പറയുക, ഒരു പ്രൗഡോടെ പറയുക. ആരും ഒരു നല്ല കാര്യം ചെയ്തു വരുമ്പോൾ മിക്ക പാരൻസും ഇവരെ കൺഗ്രാജുലേറ്റ് ചെയ്യില്ല. ഓക്കെ. ചില അച്ഛന്മാരൊക്കെ മസിൽ പിടിച്ചിരിക്കുന്നവരുണ്ടാവും. ഈ മസിൽ പിടുത്തമൊക്കെ ഒന്ന് വിട്. അവരെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് സംസാരിക്കുക. ഇടയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ജോലിയൊക്കെ എങ്ങനെ പോണു, അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കണം. അല്ലാതെ മസിലും പിടിച്ചിരുന്ന് ഒരു കാര്യത്തിനും ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ നേടി വന്നിട്ട് നിങ്ങളുടെ സന്തോഷം മുഖത്ത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ശരി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ മറുപടി കൊടുക്കുക. ഒരു പാട്ടില്ലേ ധനുഷിൻ്റെ, ഒരു നാളുക്കുള്ളിൽ എത്തനെ കനവ്, മറ്റേ നയൻതാരയൊക്കെ ഉള്ളത്. അതിനകത്ത് ധനുഷ് ജോലി കിട്ടുമ്പോൾ ആദ്യത്തെ സാലറിന്ന് അച്ഛന് കൊണ്ടുവന്ന് ഒരു കുർത്ത, ഒരു മുണ്ടും ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ പുള്ളി ആ കൊടുക്കുന്ന സമയത്ത് ഓക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവൻ അപ്പോൾ ഒരു വിഷമമാവും കേട്ടോ ഇവൻ അന്നേരത്ത്. ഒരു വില വയ്ക്കാണ്ട് പോയല്ലോ എന്നുള്ളത്. പക്ഷെ പിറ്റേ ദിവസം ഇവൻ ഓഫീസിൽ പോകുമ്പോൾ ബസ്സിലിരുന്ന് കാണാം ഇയാൾ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വന്നത്. എന്നിട്ട് ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മോൻ വാങ്ങിച്ചതാ എന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെയൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. പക്ഷെ അതൊക്കെ സിനിമയാണ്. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ നടക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ അതൊക്കെയല്ലേ ജീവിതം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ തീ തിന്ന് തീ തീറ്റിച്ചിട്ട് എന്ത് നേടാനാ? ഈ ജോബും പിന്നെ അതുപോലെ തന്നെ മാരേജും അതും അവരുടെ ജീവിതാവസാനം വരെ അവർ സഹിക്കേണ്ട ഒരു കാര്യമാണ്. അതിലെങ്കിലും അവരുടെ തീരുമാനത്തിലേക്ക് വിട്ടുകൊടുക്കുക. കാരണം നിങ്ങൾ കുറച്ച് നാൾ വരെ അവരുടെ കൂടെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ അവർ ഇവരുടെ കൂടെയോ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെയോ ഭർത്താവിൻ്റെ കൂടെയോ ജീവിക്കണ്ടേ. അത് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറേഞ്ച് മാരേജ് കഴിക്കുന്നവർ ചിലപ്പോൾ അത് പൊട്ടി പാളീസാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ചിലവർക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടാവും. അത് സമ്മതിക്കാതെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഒരാളെ കെട്ടേണ്ടി വരാറുണ്ട്. എന്നാൽ അങ്ങനെ കെട്ടിയിട്ടോ അത് അട്ടർ ഫ്ലോപ്പും ആവാൻ ഉള്ള അങ്ങനത്തുള്ള കേസസ് ഒക്കെ ഉണ്ട്. ആ സമയത്ത് ഇവരൊന്നും ചെയ്യില്ല. ആ സമയത്ത് ഒന്നുമില്ല. അത് കുടുംബം കല്യാണമൊക്കെ ആവുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നീ കുറച്ച് സഹിക്ക് എന്നായിരിക്കും കൂടുതലും ഈ പെൺകുട്ടികളോടൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോൾ ആൺകുട്ടികൾക്കും ഓരോ പ്രശ്നങ്ങളും വരുന്നുണ്ട്. അങ്ങനെ പറയും. ഇപ്പം ഞാൻ ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ചു. അത് എന്തെങ്കിലും ഫ്ലോപ്പായി പോവാണ്. അപ്പോൾ എനിക്ക് ഞാൻ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് അത് ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ തന്നെ തീരുമാനം എടുത്തതാണല്ലോ. വേറൊന്നും പറയാനില്ല. പക്ഷെ വേറൊരാൾ പറഞ്ഞിട്ട് നമ്മുടെ തലയിൽ കെട്ടിവെച്ചൊരു കാര്യമാണ്. എന്നിട്ടത് ഫ്ലോപ്പായി പോവാണെങ്കിൽ എന്തോരം വിഷമം. ആ ആളോടുള്ള ദേഷ്യം തന്നെ ഉണ്ടാവും. പക്ഷെ എന്താ, പാരൻസ് ആയി പോയില്ലേ, നമുക്കത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മനസ്സിലുണ്ടാവും വിഷമം എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അവരുടെ ഇഷ്ടമായിട്ട് ഒരു 2-3 വർഷം അറിയാവുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്. ഈ ഒരു ദിവസം ചായ കുടിക്കാൻ വന്ന് പരിചയപ്പെട്ട ആളെക്കാളും നല്ലത് എന്തുകൊണ്ടും അതാണ്. പിന്നെയൊക്കെ അവരുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും അത് വർക്കാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പാരൻസ് അല്ലേ, ഒരു നല്ല ആളുടെ കൂടെ കെട്ടിച്ച് വിടാനുള്ള ഇത് ഞങ്ങൾക്കല്ലേ ഉള്ളേ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരാണ് നിങ്ങൾ ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുക. നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല സ്വഭാവം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കുക. ഇല്ല എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ഉണ്ട് ആ ചെക്കനെക്കുറിച്ച് അറിഞ്ഞു അല്ലെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് അറിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ അറിഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ എങ്ങനെയാ ഇതറിഞ്ഞുകൊണ്ട് നിന്നെ കെട്ടിച്ച് വിടുക. ഇപ്പോൾ എന്തെങ്കിലും ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ എന്നാൽ അവന് ജോലി കിട്ടട്ടെ, ഒരു ജോലിയൊക്കെ വാങ്ങിയിട്ട് വരാൻ പറ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അല്ലാണ്ട് അവർക്ക് ഇഷ്ടമല്ലാണ്ട് ഒരാളെ കെട്ടിച്ചു കൊടുത്തിട്ട് അവർക്ക് ജീവിതം മൊത്തം നിങ്ങളൊക്കെ വിചാരിക്കും കല്യാണം കഴിഞ്ഞ് അതൊക്കെ മറന്നോളും, അതൊക്കെ അവർ സന്തോഷിച്ച് നടന്നോളും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവർക്ക് ചിലപ്പോൾ അവർ പറയാൻ പറ്റില്ല. ഉള്ളിൽ ആ വിഷമം ഉണ്ടാകും. ചിലപ്പോൾ പിന്നീട് കല്യാണം കഴിഞ്ഞ് ആ റിലേഷനൊക്കെ ചിലപ്പോൾ തുടർന്ന് പോകാം. പാരൻസിനുള്ളതാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത്. നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുകളയും, നിന്നെ ഞാൻ ഇത്രയും നാൾ വളർത്തിയതാണ്, പഠിച്ച് വലുതാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ ആലോചിക്കുക, ആ കുട്ടി പറഞ്ഞിട്ടല്ല നിങ്ങൾ ആ കുട്ടിയെ ജനിപ്പിച്ചത്. അത് നിങ്ങളുടെ തന്നെ തീരുമാനമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ കുട്ടിയെ വളർത്തേണ്ടത്. പിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയില്ലേന്നും പറഞ്ഞിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അത് നിങ്ങൾ ആദ്യമേ ചിന്തിക്കണമായിരുന്നു. ഞാൻ വിചാരിക്കുന്ന പോലെയൊന്നും ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം ചെയ്ത് അനുസരിക്കുന്ന ഒരു മോനോ മോളോ ആയിരിക്കാം കിട്ടുക. അതിനൊന്നും ഒരു ഉറപ്പും ആർക്കുമില്ല. അതൊക്കെ നിങ്ങൾ അപ്പോഴേ ചിന്തിക്കണമായിരുന്നു. പിന്നെ വളർത്തി വലുതാക്കിയില്ലേ, ഇത്ര നാൾ ചെലവിന് തന്നതല്ലേ എന്നൊക്കെയുള്ള ടോക്കൊന്നും കുട്ടികളോട് ചെയ്യാതിരിക്കുക. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഉള്ള പോലെ തന്നെ ഇവിടെ ജീവിക്കാനുള്ള ഒരു അധികാരം ആ കുട്ടിക്കുണ്ട്. അതും ഒരു ഇൻഡിവിജ്വൽ ആണ്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അവരുടെ ഇഷ്ടത്തിന് വിടാൻ നോക്കുക. പിന്നെ പുറത്തൊക്കെ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പൈസ ഉള്ളവർ പുറത്തേക്ക് വിടാതിരിക്കാനൊക്കെ നോക്കും. എപ്പോഴും ഇങ്ങനെ അടുപ്പിച്ച് കെയർ ചെയ്ത് വച്ചുകൊണ്ടിരിക്കുക. കുറച്ചൊക്കെ അവരെയൊക്കെ ഒന്ന് പുറത്തേക്ക് വിടണം. എന്നാലേ ഇപ്പോഴത്തെ കാലത്ത് ഈ ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരു ഒരു മിടുക്കും ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും മൊണ്ണകളായി പോവും ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന്. അവര് പുറത്തൊക്കെ പോട്ടെ. വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന ഒരു കുട്ടീനെ നല്ല വ്യത്യാസം ഉണ്ടാവും. വീട്ടിൽ നിന്ന് മാറി നിന്നൊക്കെ പഠിച്ചവരും ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എന്താ എന്താ പറയുക, ഒരു മെച്യൂരിറ്റി ഉണ്ടാവും. സ്വന്തം കാര്യം ചെയ്യാനുള്ളതും ഏത് പ്രതിസന്ധിയും നേരിടാനായിട്ടുള്ളൊരു ഇതുണ്ടാവും. എന്നാൽ വീട്ടിൽ ഈ ചിറകിൻ്റെ ഉള്ളിൽ വളർത്തി അയ്യോ അങ്ങോട്ട് പോകണ്ട, അയ്യോ ഇങ്ങോട്ട് പോകണ്ട, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയ പിള്ളേരും മൊണ്ണകളായി പോവും. അവർക്ക് പിന്നെ നിങ്ങളില്ലാത്തൊരു നേരം വരുമ്പോൾ അവർ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടും ലൈഫിൽ. അതുകൊണ്ട് ദൂരെയൊക്കെ പഠിക്കാനായിട്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ പോകുന്നവരെ ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ അനുവദിക്കുക. അങ്ങനെയൊക്കെ ഞാൻ പറയാനുള്ളൂ. മിക്ക പിള്ളേർക്കും അതിപ്പോൾ താല്പര്യം ഉണ്ടാവും വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ളത്. മാറി നിൽക്കുന്നത് നല്ലതാണ്. അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയൊക്കെ മാറാനും മിടുക്കന്മാരാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഇല്ലായ്മയൊന്നും അറിയാണ്ട് വളർത്തിയതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇല്ലായ്മയൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളത്. അത് നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇല്ലായ്മ ഉണ്ടെങ്കിൽ പിള്ളേരെ ഇല്ലായ്മ അറിയിച്ച് തന്നെ വളർത്തണം. നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായി പിന്നോട്ടാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇപ്പോൾ ചെറുപ്പത്തിലെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ വല്ല മുന്തിയ വാച്ചും ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വരും. ചിലപ്പോൾ അവനത് വേണം തോന്നും, വീട്ടിൽ വന്നിട്ട് എനിക്ക് വാച്ച് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെയല്ല പറയേണ്ടത്, അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല, അങ്ങനത്തെ രീതിയിലല്ല സംസാരിക്കേണ്ടത്. ഇരുത്തിയിട്ട് പറയാം, മോനെ അച്ഛന് ഈ ഒരു ജോലിയാണ് ഉള്ളത്, എനിക്ക് ഇത്രയും പൈസയാണ് കിട്ടുന്നത്, ഇതിൽ നിന്ന് ഇത്രയും രൂപ നമ്മൾ ഇത്രയും നാൾ ഈ കറണ്ടിനും ഇതിനൊക്കെ ഉപയോഗിച്ചില്ലേ, അതിനൊക്കെ കൊടുക്കണം, പിന്നെ വാടക കൊടുക്കണം, പിന്നെ മറ്റ് ചിലവ്, ഇനി ബാക്കിയുള്ള പൈസ നമ്മുടെ ഈ മാസം നമുക്ക് ജീവിക്കേണ്ട പൈസയാ മോനെ, ഇതും കൊണ്ട് ഞാൻ നിനക്ക് വാച്ച് വാങ്ങണോ അതോ നമുക്ക് പാപ്പം വേണോ എന്നുള്ള രീതിയിൽ, അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിച്ച് കുട്ടികളത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ വാങ്ങിത്തരാൻ ആഗ്രഹമുണ്ട് അച്ഛന്, പക്ഷേ പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ. ഓക്കെ. അല്ലാതെ ചിലവർ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുമ്പോൾ വാങ്ങിത്തരാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലവർ വാങ്ങിക്കൊടുക്കും. അവർക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇതൊന്നും ഇല്ല, പൈസയൊന്നും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വച്ചിട്ട് ഈ പിള്ളേരെ എല്ലാം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഒരു കുഞ്ഞു വാച്ചായിരിക്കും. പിന്നീട് അവൻ്റെ ഇത് മാറും. വലുതാവുമ്പോൾ വലിയ ഇതൊക്കെ ചോദിക്കും, ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല. അപ്പോൾ ആ നേരത്ത് നിങ്ങൾക്ക് നോ പറയുമ്പോൾ ഉണ്ടല്ലോ, ഇത്രയും നാൾ ഇവനെല്ലാം കിട്ടിക്കൊണ്ടിരുന്നതാ, അപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവനാകെ വഷളായി തുടങ്ങും. അപ്പോൾ ഇല്ലായ്മ ഉണ്ടെങ്കിൽ ഇല്ലായ്മ അറിയിച്ച് തന്നെ വളർത്താം. ഇല്ലായ്മ അറിഞ്ഞ് വളർന്നവർ നല്ല നിലയിൽ എത്തിയിട്ടുള്ളൂ. അവർക്ക് പിന്നെ അതൊരു വാശിയാകും, എനിക്ക് പഠിച്ച് നല്ല നിലയിൽ എത്തണം, ഈ വീട്ടിലെ കഷ്ടപ്പാടൊക്കെ മാറണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സാധനം എനിക്ക് സ്വന്തമായി വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ അവർ തനിയെ പഠിച്ചോളും. അതൊക്കെ നല്ലതാണ് അവർക്ക്. ഈ പറഞ്ഞത് തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ പാരൻസിനൊക്കെ വേണമെങ്കിൽ അയച്ചു കൊടുത്തോ. എനിക്കേ ചീത്തയേക്കുള്ളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ആരോട് പറയാത്ത, എന്തെങ്കിലും സീക്രട്ടാക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ഇമെയിൽ ID കൊടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് അയക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഒരു സീക്രട്ട് നിങ്ങൾ ആരോടും പറയാത്ത എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ മനസ്സിലിങ്ങനെ ആക്കി വെച്ചേക്കാണ്, ആരോടെങ്കിലും പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാനൊരു ഇമെയിൽ ID കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയച്ചാൽ മതി. പേര് പറയേണ്ട, ഞാൻ വേണമെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അതിന് ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കാൻ നോക്കാം.
പേര് നിങ്ങൾക്ക് പറയണ്ടാന്നുണ്ടെങ്കിൽ വേറെ പേരിലോ അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾ അയച്ച കാര്യമാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഫാമിലി ഗ്രൂപ്പിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ദൈവമേ എനിക്കെന്തായാലും ഫാമിലി ഗ്രൂപ്പൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടിയേ ഇല്ല. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കാ ഷെയർ ചെയ്യേണ്ടതെന്ന് അറിയാലോ. അപ്പോൾ ഓക്കെ, ബൈ.